നിങ്ങൾക്കുള്ള രഹസ്യം. ഡോക്ടർ ജോൺ ഹെഗ്ലിൻ. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ, സ്വന്തം ശരീരത്തിലേക്ക് നോക്കുമ്പോൾ പോലും കാണുന്നത് ഒഴുകി നടക്കുന്ന മഞ്ഞുമലയുടെ ഒരറ്റം കാണുന്നത് പോലെ യഥാർത്ഥത്തിലുള്ളതിൻ്റെ വളരെ ഒരു ചെറിയ അംശം മാത്രമാണ്. ബോബ് പ്രോക്ടർ. ഒരു നിമിഷം ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിലേക്ക് നോക്കുക. ഖരമായൊരു വസ്തുവായാണ് കാണപ്പെടുന്നത്. എന്നാൽ വാസ്തവത്തിൽ അത് ഖരമല്ല. മൈക്രോസ്കോപ്പിലൂടെ നോക്കുക. ചലനാത്മകമായ ഊർജ്ജ കണങ്ങളുടെ ഒരു കൂട്ടം നിങ്ങൾക്ക് കാണാം. ജോൺ അസ്രഫ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഒരേ പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ കൈയായാലും സമുദ്രമായാലും ആകാശത്തിലെ നക്ഷത്രമായാലും ശരി. ഡോക്ടർ ബെൻ ജോൺസൺ. എല്ലാം ഊർജമാണ്. ഇത് മനസ്സിലാക്കാൻ ഞാൻ അല്പം സഹായിക്കാം. പ്രപഞ്ചം, നക്ഷത്ര സമൂഹം, നമ്മുടെ ഭൂമി, അതിൽ വ്യക്തികൾ, അവരുടെ ശരീരത്തിനകത്ത് അവയവങ്ങൾ, കോശങ്ങൾ, തന്മാത്രകൾ, ആറ്റം, പിന്നെ ഊർജം. അങ്ങനെ കുറേയേറെ തലങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഊർജമാണ്. ഞാൻ ഈ രഹസ്യം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി. ആധുനിക ശാസ്ത്രവും ഊർജതന്ത്രവും ഈ ജ്ഞാനത്തെ എത്രത്തോളം ഉൾക്കൊണ്ടിരിക്കുന്നു എന്നറിയണം. ശരിക്കും വിസ്മയിപ്പിക്കുന്ന ഒരറിവാണ് എനിക്ക് കിട്ടിയത്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നതിൻ്റെ ഏറ്റവും ആവേശകരമായ കാര്യം ശാസ്ത്രത്തിൻ്റെ, വിശേഷിച്ചും ക്വാണ്ടം ഫിസിക്സിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ ചരിത്രത്തിലുടനീളം മഹാന്മാരായ ആചാര്യന്മാർ അറിഞ്ഞിരുന്നതും രഹസ്യം നമുക്ക് പഠിപ്പിച്ചു തന്നതുമായ കാര്യങ്ങളുമായി പൂർണ്ണമായും പൊരുത്തപ്പെടുന്നവയാണ് എന്നതാണ്. ഞാൻ സ്കൂളിൽ ശാസ്ത്രമോ ഊർജതന്ത്രമോ പഠിച്ചിട്ടില്ല. എങ്കിലും ക്വാണ്ടം ഫിസിക്സിൻ്റെ സങ്കീർണമായ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അവ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം അത് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ക്വാണ്ടം ഫിസിക്സ് പഠനം ഊർജപരമായ ഒരു തലത്തിൽ രഹസ്യത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ എനിക്ക് സഹായകമായി. പലർക്കും അവർ രഹസ്യത്തിൽ നിന്ന് നേടിയ അറിവ് ആധുനിക ശാസ്ത്രത്തിൻ്റെ തത്വങ്ങളുമായി പൂർണ്ണമായി പൊരുത്തപ്പെടുന്നതാണ് എന്ന് കാണുമ്പോൾ വിശ്വാസം കൂടുതൽ ശക്തമാകും. നിങ്ങൾ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയേറിയ പ്രക്ഷേപണ ടവറാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദീകരിക്കാം. ലളിതമായി പറഞ്ഞാൽ, ഏത് ഊർജവും ഒരു പ്രത്യേക തരംഗദൈർഘ്യത്തിൽ സ്പന്ദിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ തരംഗദൈർഘ്യം എപ്പോഴും നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ആസ്പദമാക്കിയിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നവ എല്ലാം ഊർജത്താൽ നിർമ്മിതമാണ്. അവ സ്പന്ദിച്ചുകൊണ്ടിരിക്കും. ഊർജമാണ് എല്ലാം. ആശ്ചര്യം എന്ന് പറയുന്നത് ഇതാണ്. വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ തരംഗം നിങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു. ഇതുമൂലം ആഗ്രഹിക്കുന്ന വസ്തുവിൻ്റെ ഊർജം അതേ തരംഗദൈർഘ്യത്തിൽ സ്പന്ദിക്കാൻ തുടങ്ങുന്നു. അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ നിങ്ങൾ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ പരമാണുവിൻ്റെ സ്പന്ദനങ്ങളിൽ നിങ്ങൾ മാറ്റം വരുത്തുന്നു. അത് നിങ്ങൾക്കായി സ്പന്ദിക്കുന്ന വിധമാക്കുന്നു. നിങ്ങൾക്ക് ചിന്തകളിലൂടെ ഊർജത്തെ കേന്ദ്രീകരിപ്പിക്കുവാനും വേണമെന്ന് ആഗ്രഹിക്കുന്ന വസ്തുവിൻ്റെ സ്പന്ദനങ്ങളിൽ മാറ്റം വരുത്തുവാനുമുള്ള കഴിവ് സിദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തിനേയും കാന്തിക ശക്തിയാൽ എന്ന പോലെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയേറിയ പ്രക്ഷേപണ ടവറാണെന്ന് പറയുന്നത്. നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾ ആ തരംഗദൈർഘ്യത്തിലേക്ക് ട്യൂൺ ചെയ്യപ്പെടുന്നു. അപ്പോൾ അവയുടെ എല്ലാം ഊർജം അതേ തരംഗദൈർഘ്യത്തിൽ സ്പന്ദിക്കുകയും അവ നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യുന്നു. സമാനമായവ തമ്മിൽ ആകർഷിക്കും എന്ന് ആകർഷണ നിയമം പറയുന്നു. നിങ്ങൾ ഒരു ഊർജ്ജകാന്തമാണ്. അതിനാൽ നിങ്ങൾ എല്ലാറ്റിനെയും വൈദ്യുത കാന്തിക ശക്തിയാൽ ഉത്തേജിപ്പിച്ച് നിങ്ങളിലേക്ക് നയിക്കുകയും സ്വയം ഉത്തേജിച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവയിലേക്ക് നിങ്ങളെ തന്നെ നയിക്കുകയും ചെയ്യുന്നു. ഒരാൾക്ക് വേണ്ടി പുറത്തുനിന്ന് മറ്റൊരാൾക്ക് ചിന്തിക്കുവാനും അനുഭവിക്കാനും കഴിയില്ല. അതിനാൽ ആളുകൾ അവരവരുടെ കാന്തിക ഊർജത്തെ സ്വയം നയിക്കുന്നു. വികാരങ്ങളും ചിന്തകളുമാണ് നമ്മുടെ തരംഗദൈർഘ്യം സൃഷ്ടിക്കുന്നത്. ഏകദേശം 100 വർഷം മുൻപ്, കഴിഞ്ഞ 100 വർഷക്കാലത്തെ കണ്ടുപിടുത്തങ്ങളുടെ ഒന്നും സഹായമില്ലാതെ തന്നെ ഈ പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ചാൾസ് ഹാനലിന് കഴിഞ്ഞു. പ്രപഞ്ചത്തിൻ്റെ മനസ്സ് എന്നത് ബുദ്ധി മാത്രമല്ല, പദാർത്ഥവും കൂടിയാണ്. ഈ പദാർത്ഥമാണ് ആകർഷണ നിയമപ്രകാരം ഇലക്ട്രോണുകളെ ഇണക്കിച്ചേർത്ത് ആറ്റം, പരമാണു ആക്കുന്നത്. അതേ നിയമം തന്നെയാണ് പരമാണുക്കളെ കൂട്ടിച്ചേർത്ത് തന്മാത്രകളാക്കുന്നത്. തന്മാത്രകൾ കൂടിച്ചേർന്ന് പദാർത്ഥനിഷ്ഠമായ രൂപമുണ്ടാകുന്നു. എല്ലാം സാക്ഷാത്കാരങ്ങളുടെയും പിന്നിലുള്ള സൃഷ്ട്യുന്മുഖ ശക്തി ഈ നിയമമാണെന്ന് കാണാം. പരമാണുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ ഭാവനയിൽ രൂപപ്പെടാവുന്ന എല്ലാറ്റിൻ്റെയും കാര്യത്തിൽ ഇത് ശരിയാണ്. ചാൾസ് ഹാനൽ. ബോബ് പ്രോക്ടർ. നിങ്ങൾ ഏത് നഗരത്തിൽ താമസിക്കുന്ന ആളായാലും ശരി, ആ നഗരത്തിന് മുഴുവൻ ഒരാഴ്ച വെളിച്ചം പകരുവാൻ ആവശ്യമായത്ര ശക്തി നിങ്ങളുടെ ശരീരത്തിൽ അന്തർലീനമായിരിക്കുന്നുണ്ട്. ഈ ശക്തിയെക്കുറിച്ച് ബോധവാനാകുമ്പോൾ നിങ്ങൾ വൈദ്യുതി പ്രവാഹമുള്ള കമ്പിയായി മാറുന്നത് പോലെയാണ്. ഈ പ്രപഞ്ചം ഒരു വൈദ്യുത കമ്പിയാണ്. ഈ ലോകത്തെ എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങൾക്കും ആവശ്യമായ ശക്തി അതിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. വ്യക്തിയുടെ മനസ്സ് പ്രപഞ്ച മനസ്സിനെ സ്പർശിക്കുമ്പോൾ പ്രപഞ്ചത്തിലെ ശക്തി മുഴുവൻ വ്യക്തിക്ക് പകർന്നു കിട്ടുന്നു. ചാൾസ് ഹാനൽ. ജെയിംസ് റേ.
മിക്കവാറും ആളുകൾ പരിമിതികൾക്ക് വിധേയമായ ശരീരമാണ് താൻ എന്ന് സ്വയം നിർവചിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ പരിമിതിക്ക് വിധേയമായ ശരീരമല്ല. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ പോലും കാണാം നിങ്ങൾ ഊർജ്ജമണ്ഡലമാണ്. ഊർജ്ജത്തെക്കുറിച്ച് നമ്മൾക്കറിയാവുന്നത് ഇതൊക്കെയാണ്. ഒരു ക്വാണ്ടം ഫിസിക്സ് ശാസ്ത്രജ്ഞനോട് ചോദിക്കുക, ഈ പ്രപഞ്ചം എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? അദ്ദേഹം പറയും, ഊർജം എന്ന്. ശരി, ഊർജം എന്നത് എന്താണെന്ന് വിവരിക്കാമോ? ഊർജം പുതിയതായി സൃഷ്ടിക്കാനോ ഉള്ളതിനെ ഇല്ലാതാക്കാനോ കഴിയില്ല. അതെപ്പോഴും ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും. ഈ പ്രപഞ്ചത്തിൽ ഉള്ളതെല്ലാം എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അവ ഒരു രൂപാവസ്ഥയിലേക്ക് വരുന്നു, രൂപാവസ്ഥയിൽ നിലനിൽക്കുന്നു, രൂപാവസ്ഥയിൽ നിന്ന് പുറത്തു പോകുന്നു. ഒരു ആധ്യാത്മിക വ്യക്തിയോട് ചോദിക്കുക, എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത്? ഉത്തരം ഇങ്ങനെയായിരിക്കും, ദൈവം. ദൈവം എന്നാൽ എന്താണെന്ന് വിവരിക്കാമോ? ദൈവം എപ്പോഴും ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടായിരിക്കും. അതിനെ സൃഷ്ടിക്കുവാനോ ഇല്ലാതാക്കുവാനോ കഴിയില്ല. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എന്നും ഉണ്ടായിരുന്നു, എന്നും ഉണ്ടായിരിക്കും. അവ രൂപാവസ്ഥ പ്രാപിക്കുന്നു, രൂപാവസ്ഥയിൽ നിലനിൽക്കുന്നു, രൂപാവസ്ഥ വിട്ടൊഴിഞ്ഞു പോകുന്നു. രണ്ടും ഒരേ വിവരണം തന്നെയാണ്, വ്യത്യസ്തമായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അതിനാൽ ഈ ചലിക്കുന്ന മാംസപിണ്ഡമാണ് ഞാൻ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മാറി ചിന്തിക്കുക. നിങ്ങൾ ആത്മീയമായ അസ്തിത്വമാണ്, ഒരു വലിയ ഊർജ്ജമണ്ഡലത്തിനകത്തുള്ള ഒരു ഊർജ്ജമണ്ഡലമാണ്. ഇതെല്ലാം ചേർന്ന് എങ്ങനെയാണ് നിങ്ങൾ ആത്മീയ സാന്നിധ്യമാക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് രഹസ്യം നമുക്ക് നൽകുന്ന ഏറ്റവും വിശിഷ്ടമായ പാഠം. നിങ്ങൾ ഊർജ്ജമാണ്. നിങ്ങൾ ഊർജ്ജത്തെ സൃഷ്ടിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ഊർജ്ജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതാണ് നിങ്ങൾ. നിങ്ങളുടെ യഥാർത്ഥ സത്ത, നിങ്ങളിലെ പരിശുദ്ധമായ ഊർജ്ജം എന്നും ഉണ്ടായിരുന്നു, എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. നിങ്ങൾ ഇല്ലാതാവാൻ കഴിയില്ല. ഗഹനമായ അർത്ഥത്തിൽ അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ സങ്കല്പിക്കുവാനാകുമോ? നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ കണ്ടതും അനുഭവിച്ചതുമായ എല്ലാം എന്തു തന്നെ ആയാലും നിങ്ങൾ ഇല്ലാതിരുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കുവാനാകുമോ? നിങ്ങൾക്കതിന് കഴിയില്ല. കാരണം അത് അസാധ്യമാണ്. നിങ്ങൾ ശാശ്വതമായ ഊർജ്ജമാണ്, ശാശ്വതമായ ചൈതന്യമാണ്. ഒരൊറ്റ വിശ്വവിശാലമായ മനസ്സ്. ഡോക്ടർ ജോൺ ഹെഗ്ലിൻ. ഈ പ്രപഞ്ചം നിശ്ചയമായും ചിന്തയിൽ നിന്നാണ് ആവിർഭവിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള ഈ ദ്രവ്യം മുഴുവനും ഊറി വന്ന് അടിഞ്ഞുകൂടിയ ചിന്തകളാണ്. ഈ കാര്യങ്ങൾ ക്വാണ്ടം മെക്കാനിക്സും ക്വാണ്ടം കോസ്മോളജിയും സ്ഥിരീകരിക്കുന്നു. ആത്യന്തികമായി ഈ പ്രപഞ്ചത്തിൻ്റെ സ്രോതസ്സ് നാം തന്നെയാണ്. അനുഭവങ്ങളിലൂടെ നാം അത് നേരിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആധിപത്യം പ്രയോഗിക്കാനാവും. നാം കൂടുതൽ നേടാൻ ആരംഭിക്കും. എന്തും സൃഷ്ടിക്കാനാകും. ആത്യന്തികമായി പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ഈ പ്രാപഞ്ചിക ബോധമണ്ഡലം തന്നെയായ നമ്മുടെ അന്തർബോധത്തിൽ നിന്ന് എന്തും അറിയാൻ നമുക്ക് കഴിയും. ആ ശക്തിയെ ആയാണോ നെഗറ്റീവായാണോ നാം ഉപയോഗപ്പെടുത്തുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ആരോഗ്യത്തിൽ അധിഷ്ഠിതമായ ശരീരത്തെയും നമ്മുടെ ചുറ്റുപാടുകളെയും നാം രൂപപ്പെടുത്തുന്നത്. അതായത് നാം തന്നെയാണ് വിധാതാക്കൾ. കേവലം നമ്മുടെ വിധിയുടെ മാത്രമല്ല, ആത്യന്തികമായി ഈ പ്രപഞ്ചത്തിൻ്റെ ഒട്ടാകെ വിധാതാക്കൾ നാം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാക്കൾ നമ്മളാണ്. മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ശക്തിക്ക് യഥാർത്ഥത്തിൽ അതിരുകളില്ല. ഈ അഗാധമായ ചലനാത്മക ഊർജത്തെ നാം എത്രത്തോളം തിരിച്ചറിഞ്ഞ് പ്രയോഗിക്കുന്നുവോ അത്രത്തോളം ആ ശക്തിയെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അത് യഥാർത്ഥത്തിൽ നാം ഏത് തലത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഡോക്ടർ ഹാഗ്ലിൻ പറയുന്നത് പോലെ ഒരു പ്രാപഞ്ചിക മനസ്സ് മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന നിലയ്ക്ക് തന്നെയാണ് ചില മഹാഗുരുക്കന്മാരും അവതാര പുരുഷന്മാരും ഈ പ്രപഞ്ചത്തെ വിശദീകരിക്കുന്നത്. ആ ഒരൊറ്റ മനസ്സ് ഇല്ലാത്ത ഒരിടവുമില്ല. അത് എല്ലായിടത്തും നിലകൊള്ളുന്നു. ആ ഒരൊറ്റ മനസ്സ് എല്ലാറ്റിലും എല്ലായിടത്തും ഒരേ സമയം നിലകൊള്ളുന്ന സമസ്ത ധിഷണയായി, സമസ്ത ജ്ഞാനമായി, സമ്പൂർണതയായി വർത്തിക്കുന്നു. സർവവും ആ ഒരൊറ്റ പ്രാപഞ്ചിക മനസ്സാണെങ്കിൽ, അത് സമ്പൂർണമായി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ, അതുതന്നെയല്ലേ നിങ്ങൾക്കുള്ളിലുള്ളതും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുവാൻ ഞാൻ ശ്രമിക്കാം. എല്ലാ സാധ്യതകളും ഇവിടെ മുൻപേ തന്നെ നിലനിന്നിരുന്നു എന്നാണ് അതിനർത്ഥം. ഭാവിയിലുണ്ടാവാൻ പോകുന്ന എല്ലാ അറിവും, എല്ലാ കണ്ടുപിടുത്തങ്ങളും, എല്ലാ നൂതന ആവിഷ്കാരങ്ങളും പ്രപഞ്ച മനസ്സിൽ സാധ്യതകളായി മനുഷ്യ മനസ്സിലേക്ക് വലിച്ചടുപ്പിക്കുന്നതിനായി കാത്തിരിക്കുകയാണ്. ചരിത്രത്തിലുണ്ടായിട്ടുള്ള എല്ലാ സൃഷ്ടികളും എല്ലാ ആവിഷ്കാരങ്ങളും ഇത്തരത്തിൽ പ്രപഞ്ച മനസ്സിൽ നിന്ന് അതാത് വ്യക്തികൾ ബോധപൂർവം അറിഞ്ഞുകൊണ്ടോ അല്ലാതെയോ വലിച്ചെടുത്തിട്ടുള്ളവ തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾ പ്രപഞ്ച മനസ്സിൽ നിന്ന് അതിനെ വലിച്ചെടുക്കുന്നത്? അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അവബോധത്തിലൂടെയും നിങ്ങളുടെ വിസ്മയകരമായ ഭാവനാശക്തിയെ ഉപയോഗപ്പെടുത്തിയുമാണ് നിങ്ങൾ അത് ചെയ്യുന്നത്. പൂർത്തീകരിക്കപ്പെടേണ്ട ആവശ്യങ്ങൾ എന്തെല്ലാമാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കൂ. അവയിൽ പലതും നിറവേറ്റുന്നതിന് ഉതകുന്ന ഒരു മഹത്തായ ഒരു ആവിഷ്കാരം ഉണ്ടായിരുന്നുവെങ്കിൽ എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ആവശ്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കുക.
പിന്നീട് അത് നിറവേറ്റുന്നതിനുതകുന്ന കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആവിഷ്കാരങ്ങളെക്കുറിച്ച് സങ്കല്പിക്കുക. ആ കണ്ടുപിടുത്തത്തിനായി അല്ലെങ്കിൽ ആവിഷ്കാരത്തിനായി നിങ്ങൾ പണിപ്പെടേണ്ടി വരില്ല, കാരണം ആ പരമോന്നത മനസ്സ് ആ സാധ്യതയെ ഉൾക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്: ഒരു പ്രത്യേക ആവശ്യം നിറവേറ്റുന്നതിനുതകുന്ന ആവിഷ്കാരത്തെപ്പറ്റി സങ്കല്പിച്ചുകൊണ്ട് അതിൻ്റെ ഫലപ്രാപ്തിയിൽ മനസ്സിനെ ഏകാഗ്രമാക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് യാഥാർത്ഥ്യമാക്കാനാകും. നിങ്ങൾ ആവശ്യപ്പെടുകയും അനുഭവിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാകും. ഒരു ചെറിയ വിരൽ സ്പർശം കൊണ്ട് നിങ്ങളിലേക്ക് എത്താനായി ആശയങ്ങളുടെ ഒരു അളവറ്റ ശേഖരം തന്നെയുണ്ട്. എല്ലാറ്റിനെയും നിങ്ങൾ നിങ്ങളുടെ പ്രജ്ഞയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ദിവ്യ മനസ്സ് എന്നത് മാത്രമാണ് ഒരേ ഒരു യാഥാർത്ഥ്യം. ചാൾസ് ഫിൽമോർ. ജോൺ അസ്രഫ്. നാം എല്ലാം നമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. നാം എല്ലാം നമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നാം അത് കാണുന്നേയില്ല. പുറം അല്ലെങ്കിൽ അകം എന്നൊന്ന് ഇല്ല തന്നെ. പ്രപഞ്ചത്തിലുള്ള എല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതൊരൊറ്റ ഊർജ്ജമണ്ഡലമാണ്. ഏതു വിധത്തിൽ നോക്കിയാലും ഫലം ഒന്നു തന്നെയാണ്. നാം ഒന്നാണ്. നാം എല്ലാം പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടവരാണ്. ആ ഒരൊറ്റ ഊർജ്ജമണ്ഡലത്തിൻ്റെ, ഒരൊറ്റ പരമോന്നത മനസ്സിൻ്റെ, ഒരൊറ്റ പ്രജ്ഞയുടെ, സൃഷ്ടിപരമായ ആ ഒരൊറ്റ സ്രോതസ്സിൻ്റെ ഭാഗമാണ് നാമെല്ലാം. നിങ്ങൾക്കതിനെ എന്തു വേണമെങ്കിലും വിളിക്കാം, പക്ഷേ നാം എല്ലാം ഒന്നാണ്. നാം എല്ലാം ഒന്നാണ് എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിങ്ങൾ ആകർഷണ നിയമത്തെ വിശകലനം ചെയ്യുകയാണെങ്കിൽ അത് തികച്ചും പരിപൂർണമാണെന്ന വസ്തുത നിങ്ങൾക്ക് ബോധ്യപ്പെടും. അന്യരെക്കുറിച്ച് നിങ്ങൾക്കുള്ള നെഗറ്റീവായ അല്ലെങ്കിൽ നിഷേധാത്മകമായ ചിന്തകൾ എന്തുകൊണ്ടാണ് നേരെ തിരിഞ്ഞ് നിങ്ങളെ തന്നെ ദോഷകരമായി ബാധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാവും. നാം എല്ലാം ഒന്നു തന്നെയാണ്. നിഷേധാത്മകമായ ചിന്തകളെയും വികാരങ്ങളെയും പ്രസരിപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് സ്വയം വിളിച്ചു വരുത്തിയാലല്ലാതെ വിനാശകരമായ ഒന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുകയില്ല. എന്താണ് വേണ്ടതെന്ന് സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഉളവാക്കുന്നത് നിഷേധാത്മകമായ ചിന്തകളും വികാരങ്ങളുമാണെങ്കിൽ നിങ്ങൾ ആ പരമമായ നന്മയിൽ നിന്ന് നിങ്ങളെ തന്നെ വേർപെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളിലുണ്ടായ ഓരോ നിഷേധാത്മക വികാരങ്ങളെക്കുറിച്ചും ഒന്ന് ചിന്തിച്ചു നോക്കുക. അവയോരോന്നും ഭയത്തിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ വ്യത്യസ്തനാണ് എന്ന് ചിന്തിക്കുന്നതിനാലാണ്, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ സ്വയം വേർതിരിച്ചു കാണുന്നതിനാലാണ് ഓരോ നിഷേധാത്മക വികാരങ്ങളും നിങ്ങളിൽ ഉളവായത്. വേർതിരിവ് എന്നതിന് ഒരു ഉദാഹരണമാണ് മത്സരം. മത്സരത്തെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ ഉദിക്കുന്നത് അപര്യാപ്തതയുടെ മനോനിലയിൽ നിന്നാണ്. എല്ലാവർക്കും വേണ്ടത് ഇവിടെയില്ല, ഉള്ളത് പരിമിതമാണ്. അതിനാൽ എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ മത്സരിച്ച് നേടേണ്ടിയിരിക്കുന്നു എന്ന ചിന്തയിൽ നിന്നാണ് മത്സരചിന്ത വരുന്നത്. മത്സരത്തിൽ നിങ്ങൾ ഒരിക്കലും ജയിക്കില്ല. ജയിച്ചു എന്ന് പലപ്പോഴും തോന്നുമെങ്കിലും ആകർഷണ നിയമപ്രകാരം നിങ്ങൾ മത്സരത്തിനൊരുങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നിങ്ങളോട് മത്സരിക്കുവാൻ അനേകം വ്യക്തികളെയും സന്ദർഭങ്ങളെയും നിങ്ങൾ ആകർഷിച്ചു വരുത്തും. ഒടുവിൽ നിങ്ങൾ പരാജയപ്പെടുകയും ചെയ്യും. നമ്മളെല്ലാം ഒന്നാണ്. അതിനാൽ നിങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ മത്സരം നിങ്ങളോട് തന്നെയാണ്. മത്സരചിന്ത മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കണം. സൃഷ്ടിന്മുഖമായ മനസ്സുണ്ടാവണം. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ, നിങ്ങളുടെ ദർശനങ്ങളിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിക്കുക. മത്സരചിന്തകൾക്ക് ഇടം നൽകാതിരിക്കുക. എല്ലാറ്റിൻ്റെയും സ്രോതസ്സും ദാതാവും ഈ പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിൽ നിന്ന് നാം ആവശ്യപ്പെടുന്നതെല്ലാം വ്യക്തികളിലൂടെ, സംഭവങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ ആകർഷണ നിയമം നമുക്ക് എത്തിച്ചു തരുന്നു. ആകർഷണ നിയമം ഒരു സംഭരണ നിയമം ആണെന്ന് കണക്കാക്കുക. അനന്തമായ ശേഖരത്തിൽ നിന്ന് ആവശ്യമുള്ളതെടുക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു നിയമമാണത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളുടെ ഏറ്റവും മികച്ച തരംഗങ്ങൾ നിങ്ങൾ പ്രസരിപ്പിക്കുമ്പോൾ ഏറ്റവും മികച്ച വ്യക്തികളും സംഭവങ്ങളും സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങൾക്ക് നൽകുന്നത് ആളുകളല്ല. അങ്ങനെ ഒരു തെറ്റായ വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂനത അനുഭവപ്പെടും. കാരണം ഒരു സ്രോതസ്സായി നിങ്ങൾ കാണുന്നത് ചുറ്റുമുള്ള ലോകത്തെയും അതിലെ വ്യക്തികളെയുമാണ്. എന്നാൽ യഥാർത്ഥ സ്രോതസ്സ് നമ്മൾ പരമാത്മാവ്, ദൈവം, അനന്തമായ ജ്ഞാനം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിട്ട് വിളിക്കുന്ന ഒരു അദൃശ്യ മണ്ഡലമാണ്. എപ്പോഴെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ച സ്രോതസ്സുമായി ഐക്യപ്പെടുന്ന തരംഗദൈർഘ്യത്തിലേക്ക് എത്തുന്നതിലൂടെ നിങ്ങൾ ആകർഷണ നിയമപ്രകാരം നേടുന്നതാണ്. സർവ്വവ്യാപിയായ മഹാജ്ഞാനം വ്യക്തികളെയും സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും അതിനായി ചലിപ്പിച്ചതുകൊണ്ടാണ്. അതാണ് നിയമം. ലിസ നിക്കോൾസ്. നമ്മുടെ ശരീരം, ഭൗതിക സ്വത്വം പലപ്പോഴും നമ്മളുടെ മനസ്സിനെ വ്യതിചലിപ്പിക്കുന്നു. അത് നിങ്ങളുടെ ആത്മാവിനെ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് മാത്രം. വാസ്തവത്തിൽ ആത്മാവ് എത്രയോ വലുതാണ്. ശാശ്വതമായ ജീവനാണ് നിങ്ങൾ. മനുഷ്യരൂപത്തിലുള്ള പൂർണ്ണതയാർന്ന ദൈവ സാക്ഷാത്കാരമാണ്. മൈക്കിൾ ബെർണാഡ് ബെക്ക്വിത്ത്. വേദപ്രമാണ ഭാഷയിൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മബോധത്തിൻ്റെ മറ്റൊരു പ്രകടനമാണ്. ചുരുൾ നിവരുന്ന സാധ്യതകളുടെ അനന്തമണ്ഡലമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതെല്ലാം തികച്ചും സത്യവുമാണ്. നിങ്ങൾ എന്താണോ അതിനെ 99% കാണാനോ സ്പർശിക്കാനോ കഴിയാത്തതാണ്. ആർ ബക്ക്മിൻ്റൺ ഫുള്ളർ. 1895,
83. ഭൗതിക ശാസ്ത്രത്തിലെ ദൈവ സാന്നിധ്യമാണ് നിങ്ങൾ. ദേഹിയും ദേഹവുമാണ് നിങ്ങൾ. ശാശ്വത ജീവന്റെ സ്വയം പ്രകാശനമാണ് നിങ്ങൾ. പ്രാപഞ്ചിക അസ്തിത്വമാണ് നിങ്ങൾ. ഊർജമാണ്, തീക്ഷ്ണയാണ്, ജ്ഞാനമാണ്, പൂർണ്ണതയാണ്. നിങ്ങൾ സൃഷ്ടാവാണ്. ഈ ഭൂമിയിൽ നിങ്ങൾ എന്ന സൃഷ്ടിക്ക് രൂപം നൽകുന്നത് നിങ്ങളാണ്. ജെയിംസ് റേ. എല്ലാ പൗരാണിക ജ്ഞാനങ്ങളും നമ്മെ പഠിപ്പിച്ചത് സൃഷ്ടാവിന്റെ രൂപത്തിലും ഭാവത്തിലുമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ്. അതിനർത്ഥം ഈ ലോകത്തെ സൃഷ്ടിക്കുവാനുള്ള ദൈവികമായ ഊർജവും ശക്തിയും നിങ്ങളിലുണ്ട് എന്നതാണ്. അതാണ് നിങ്ങൾ. ഇന്നോളം നിങ്ങൾ നിങ്ങളുടെ മൂല്യത്തിനൊത്ത വിശിഷ്ടമായ കാര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കാം, ഇല്ലായിരിക്കാം. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയുണ്ടായ ഫലങ്ങൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചവയാണോ? അവ നിങ്ങളുടെ മൂല്യത്തിനൊത്തവയാണോ? അങ്ങനെയല്ല എങ്കിൽ അതെല്ലാം മാറ്റുവാനുള്ള ഏറ്റവും നല്ല സമയം ഇപ്പോഴല്ലേ? കാരണം അത് മാറ്റുവാനുള്ള ശക്തി നിങ്ങൾ നേടിയിട്ടുണ്ടല്ലോ. എല്ലാ ശക്തിയും നമ്മളിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്നതാണ്. അതിനാൽ തന്നെ നമുക്ക് നിയന്ത്രിക്കാവുന്നതുമാണ്. റോബർട്ട് കോളിയർ. നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലമല്ല. ജാക്ക് കാൻഫീൽഡ്. ജീവിതത്തിൽ ബലിയാടാക്കപ്പെട്ടവരാണ് തങ്ങളെന്ന് ധാരാളം ആളുകൾ കരുതുന്നുണ്ട്. അവർ മിക്കപ്പോഴും കഴിഞ്ഞകാല സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കും. പലപ്പോഴും അത് ദ്രോഹിക്കുന്ന മാതാപിതാക്കൾ, താളം തെറ്റിയ കുടുംബ പശ്ചാത്തലം തുടങ്ങിയവയുമായിരിക്കും. ഏതാണ്ട് 83% കുടുംബങ്ങളും ഇങ്ങനെയൊക്കെയാണെന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു. അതിനാൽ ഇത് നിങ്ങളുടെ മാത്രം സവിശേഷമായ ഒരു സ്ഥിതിയൊന്നുമല്ല. എൻ്റെ മാതാപിതാക്കൾ മദ്യപാനികളായിരുന്നു. അച്ഛൻ എന്നെ ഉപദ്രവിക്കാറുണ്ട്. എനിക്ക് 6 വയസ്സുള്ളപ്പോൾ അമ്മ വിവാഹമോചനം നേടിപ്പോയി. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതാണ്ട് ഇതുപോലെയൊക്കെയായിരിക്കും മിക്കവരുടെയും കഥകൾ. യഥാർത്ഥ ചോദ്യം ഇതാണ്: ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇപ്പോൾ നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? കാരണം ഒന്നുകിൽ നിങ്ങൾ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ തന്നെ മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് തുടരാം. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കാം. വേണമെന്ന് ആഗ്രഹിക്കുന്നതിലേക്ക് മനസ്സ് കേന്ദ്രീകരിച്ച് തുടങ്ങിയാൽ വേണ്ടാത്ത കാര്യങ്ങൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങും. വേണ്ട കാര്യങ്ങൾ വികാസം പ്രാപിക്കുകയും മറ്റുള്ളവ അപ്രത്യക്ഷമാവുകയും ചെയ്യും. ജീവിതത്തിന്റെ ഇരുണ്ട വശങ്ങൾ മാത്രം മനസ്സിൽ തങ്ങി നിൽക്കുന്ന, കഴിഞ്ഞകാല ജീവിതത്തിലെ ദൗർഭാഗ്യങ്ങളും നിരാശകളും വീണ്ടും വീണ്ടും മനസ്സിൽ അലയടിക്കുന്ന ഒരു വ്യക്തി ഭാവിയിലും അത്തരത്തിലുള്ള ദൗർഭാഗ്യങ്ങളും നിരാശകളും വന്നു ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ഭാവിയിൽ ഭാഗ്യദോഷങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുള്ളൂ എങ്കിൽ അത്തരം ഭാഗ്യദോഷങ്ങൾ നിങ്ങൾ ചോദിച്ചു വാങ്ങുകയാണ്. ഇത് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പ്രന്റിസ് മർഫോർഡ്. കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അന്നത്തെ കഷ്ടതകളിൽ മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നാൽ ഇപ്പോൾ നിങ്ങൾ അത്തരം കഷ്ടതകൾ നിറഞ്ഞ സാഹചര്യങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തും. കഴിഞ്ഞുപോയത് എന്തോ ആകട്ടെ, വിട്ടുകളയുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അത് ചെയ്യണം. കഴിഞ്ഞകാല സംഭവങ്ങളുടെ പേരിൽ ആരോടെങ്കിലും പകയോ വൈരാഗ്യമോ മനസ്സിൽ വെച്ച് പുലർത്തിയാൽ അതിൻ്റെ ദോഷം അനുഭവിക്കുക നിങ്ങൾ മാത്രമായിരിക്കും. നിങ്ങൾ അർഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. വേണമെന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് ബോധപൂർവം മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ, നന്മയുടെ വികാരങ്ങൾ നിങ്ങൾ പ്രസരിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ആകർഷണ നിയമം പ്രതികരിക്കും. ഒരു തുടക്കം കുറിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിലൂടെ നിങ്ങൾ ഒരു മാന്ത്രിക ശക്തിയെ കെട്ടഴിച്ചു വിടുകയാണ്. ലിസ നിക്കോൾസ്. നിങ്ങളുടെ വിധി രൂപകൽപ്പന ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. രചയിതാവ് നിങ്ങളാണ്. കഥ നിങ്ങൾ എഴുതുന്നു. പേന നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. കഥയുടെ പരിണാമം നിങ്ങൾ നിശ്ചയിക്കുന്നു. മൈക്കിൾ ബെർണാഡ് ബെക്ക്വിത്ത്. ആകർഷണ നിയമത്തിന്റെ ഏറ്റവും മനോഹരമായ ഗുണം ഇതാണ്: നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ആരംഭിക്കാം. യഥാർത്ഥ ചിന്തകൾ ചിന്തിച്ചു തുടങ്ങാം. നിങ്ങൾക്കുള്ളിൽ ശ്രുതിലയ സാന്ദ്രമായ സന്തോഷത്തിന്റെ വികാരങ്ങൾ സൃഷ്ടിക്കാം. ആകർഷണ നിയമം അതിനനുയോജ്യമായി പ്രതികരിക്കും. ഡോക്ടർ ജോ വിറ്റാലെ. ഇപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ ചില വിശ്വാസങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും വേണ്ടതിലും അധികമുണ്ട്. എനിക്ക് പ്രായം കൂടി വരികയല്ല, ഞാൻ ചെറുപ്പമാവുകയാണ് എന്നൊക്കെ പോലുള്ള വിശ്വാസങ്ങൾ. ആകർഷണ നിയമം പ്രയോഗിച്ച് നമുക്ക് ആവശ്യം പോലെ അത് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. മൈക്കിൾ ബെർണാഡ് ബെക്ക്വിത്ത്. ഇനി നിങ്ങൾക്ക് മോചനം നേടാം. പരമ്പരാഗതമായ രീതികളിൽ നിന്ന്, സംസ്കാര നിയമാവലികളിൽ നിന്ന്, സാമൂഹിക വിശ്വാസങ്ങളിൽ നിന്ന് ആത്യന്തികമായി നിങ്ങൾക്ക് തെളിയിക്കാം നിങ്ങൾക്കുള്ളതിലുള്ള ശക്തിയാണ് ഈ ലോകത്തിലുള്ള സകല ശക്തിയേക്കാളും വിശിഷ്ടമായ ശക്തിയെന്ന്. ഡോക്ടർ ഫ്രെഡ് അലൻ വൂൾഫ്. നിങ്ങൾ ഒരു പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും: കൊള്ളാം, നല്ല കാര്യം, പക്ഷേ എനിക്കത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ എന്നെ അവൾ അനുവദിക്കില്ല, അതുമല്ലെങ്കിൽ ഞാൻ അത് ചെയ്യാൻ അയാൾ ഒരിക്കലും അനുവദിക്കില്ല. എൻ്റെ കയ്യിൽ അത്രയ്ക്ക് പണമൊന്നുമില്ല, അത് ചെയ്യാൻ കരുത്തുള്ള ആളല്ല ഞാൻ, അത് ചെയ്യാൻ തക്കവണ്ണം പണക്കാരനല്ല ഞാൻ, എനിക്ക് സാധിക്കില്ല, എനിക്ക് സാധിക്കില്ല, അങ്ങനെ പോകും. എനിക്ക് സാധിക്കില്ല. ഓരോ എനിക്ക് സാധിക്കില്ല പ്രസ്താവനയും ഒരു സൃഷ്ടിയാണ്. എനിക്ക് സാധിക്കില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ പറയുന്നതിനനുസരിച്ച് ബോധവാനാകണം.
അങ്ങനെ പറയുന്നതിലൂടെ നിങ്ങൾ സൃഷ്ടിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ല കാര്യമാണ്. ഡോക്ടർ വൂൾഫ് നൽകുന്ന ഈ അതിശക്തമായ ഉൾക്കാഴ്ച മറ്റെല്ലാ ആചാര്യന്മാരും ഇതേ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനെ തുടർന്ന് വരുന്ന വാക്കുകൾ അതീവ ശക്തിയോടെ ഒരു സൃഷ്ടിക്കുള്ള ആഹ്വാനമാകുന്നു. കാരണം നിങ്ങൾ അത് വാസ്തവം ആണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ദൃഢതയോടെയുള്ള ഒരു പ്രസ്താവനയാണ് അത്. അതുകൊണ്ട് ഞാൻ തളർന്നുപോയി, ഞാൻ തകർന്നുപോയി, ഞാൻ രോഗിയാണ്, ഞാൻ വൈകിപ്പോയി, ഞാൻ പൊണ്ണത്തടിയനാണ്, ഞാൻ കിഴവനാണ് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഭൂതം പറയുന്നു, താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള ആജ്ഞയാണ് എന്ന്. ഇത് അറിയാമെന്നിരിക്കെ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ആ വാക്ക്, ഞാൻ എന്ന വാക്ക് നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ പ്രയോഗിച്ചു തുടങ്ങിക്കൂടെ? ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് കിട്ടുന്നു, ഞാൻ വളരെ സന്തുഷ്ടനാണ്, ഞാൻ ധാരാളം സമ്പത്ത് ഉള്ളയാളാണ്, ഞാൻ പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയാണ്, ഞാൻ എപ്പോഴും കൃത്യസമയം പാലിക്കും, ഞാൻ നിത്യ യൗവനം നേടിയിട്ടുണ്ട്, ഞാൻ സദാ ഊർജ്ജസ്വലനാണ് എന്നിങ്ങനെയൊക്കെ ആയാൽ എന്താ? ചാൾസ് ഹാനൽ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ കീ സിസ്റ്റം എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: ഒരു മനുഷ്യൻ ആഗ്രഹിക്കാവുന്ന എല്ലാ കാര്യങ്ങളെയും സംയോജിപ്പിക്കുന്ന ഒരു പ്രമാണീകരണമുണ്ട്. അത് എല്ലാ കാര്യങ്ങൾക്കും തമ്മിൽ ഒരു ലയം സൃഷ്ടിക്കുന്നു. ഇതിനു കാരണം ഈ പ്രമാണീകരണം കർശനമായും സത്യത്തോട് പൊരുത്തപ്പെടുന്നതായിരിക്കും. സത്യം പ്രത്യക്ഷമാകുമ്പോൾ എല്ലാവിധത്തിലുള്ള തെറ്റുകളും പൊരുത്തക്കേടുകളും മറഞ്ഞുപോയേ തീരൂ. അദ്ദേഹം പറയുന്ന ആ പ്രമാണീകരണം ഇതാണ്: ഞാൻ പൂർണ്ണതയുള്ള ഉദാത്തമായ മികവുള്ള വ്യക്തിയാണ്, എന്നിൽ കരുത്തും ശക്തിയുമുണ്ട്, സ്നേഹവും പൊരുത്തവും സന്തോഷവുമുണ്ട്. നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവയെ അദൃശ്യമായ അവസ്ഥയിൽ നിന്ന് ദൃശ്യമായി മാറ്റുക പ്രയാസമുള്ള പണിയാണെന്ന് തോന്നുന്നുവെങ്കിൽ ഈ എളുപ്പവഴി പരീക്ഷിച്ചു നോക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ പരമമായ ഒരു വസ്തുതയായി കാണുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രകാശവേഗത്തിൽ സാക്ഷാത്കരിക്കപ്പെടും. നിങ്ങൾ ആവശ്യപ്പെടുന്ന നിമിഷത്തിൽ അത് പ്രപഞ്ചത്തിന്റെ ആത്മീയ മണ്ഡലത്തിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ആ മണ്ഡലം എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും വിഭാവനം ചെയ്യുകയും അത് യാഥാർത്ഥ്യമാണെന്ന് സ്വയം മനസ്സിലാക്കുകയും ചെയ്താൽ അത് പിന്നെ സാക്ഷാത്കരിക്കുമെന്ന കാര്യത്തിൽ സംശയമേയില്ല. ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യത്തിൽ പരിമിതിയില്ല. നിങ്ങളുടെ ശ്രേഷ്ഠ മാതൃകയിൽ വിശ്വാസം അർപ്പിക്കുക. ആ ശ്രേഷ്ഠ മാതൃക നിങ്ങൾ സഫലീകരിച്ച യാഥാർത്ഥ്യമാണെന്ന് കരുതുക. ചാൾസ് ഹാനൽ. ഹെൻറി ഫോർഡ് തൻ്റെ മോട്ടോർ വാഹനം എന്ന ആശയം ലോകത്തിനു മുൻപിൽ അവതരിപ്പിച്ചപ്പോൾ ചുറ്റുമുള്ളവർ പരിഹസിച്ചു. ഇയാൾ ഒരു ഭ്രാന്തൻ ആശയവും കൊണ്ട് നടക്കുകയാണെന്ന് അവർ എല്ലാം കരുതി. പക്ഷേ അദ്ദേഹത്തെ പരിഹസിച്ച ആളുകൾക്ക് അറിയാത്ത കാര്യം ഹെൻറി ഫോർഡിന് അറിയാമായിരുന്നു. അദ്ദേഹത്തിന് രഹസ്യം അറിയാമായിരുന്നു. പ്രപഞ്ചത്തിന്റെ നിയമം അറിയാമായിരുന്നു. നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം, അല്ലെങ്കിൽ സാധിക്കില്ല എന്ന് തോന്നുന്നുണ്ടാവാം. രണ്ടും തോന്നലും ശരിയാണ്. ഹെൻറി ഫോർഡ്. നിങ്ങൾക്ക് സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? എങ്കിൽ ആ അറിവ് കൊണ്ട് എന്തും നേടാനാവും, ചെയ്യാൻ കഴിയും. മുൻപ് നിങ്ങൾ സ്വന്തം കഴിവിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അത് ശ്രേഷ്ഠമായ മനസ്സാണ് നിങ്ങളുടേതെന്ന്. ഈ ശ്രേഷ്ഠമായ മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും സാക്ഷാത്കരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. എന്ത് കണ്ടുപിടുത്തവും എന്ത് പ്രയോജനവും ഏത് ഉത്തരവും ഏത് കാര്യവും സാധ്യമാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാൻ കഴിയും. വാക്കുകളാൽ വിവരിക്കാനാവാത്ത ഒരു വിശിഷ്ട പ്രതിഭയാണ് നിങ്ങൾ. ഇത് നിങ്ങളോട് തന്നെ പറയുക. യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയുക. മൈക്കിൾ ബെർണാഡ് ബെക്ക്വിത്ത്. ഇതിനെന്തെങ്കിലും പരിധിയുണ്ടോ? യാതൊന്നുമില്ല. നമുക്ക് പരിധികളില്ല, പരിമിതികളുമില്ല. ഈ ഭൂമുഖത്തെ ഓരോ വ്യക്തിയിലും ഉള്ള കഴിവും പ്രാഗൽഭ്യവും വരപ്രസാദവും പരിധിയില്ലാത്തവയാണ്.